നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഗോപൻ സ്വാമി സമാധിയായതാണോ അല്ലയോ എന്നതും, അമ്പലത്തിൽ കയറുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിച്ചു കയറണമോ വേണ്ടയോ എന്നതുമൊക്കെ. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലെയും ചർച്ചകളിൽ ഏറ്റവും വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതേ. ഒരുതരം ശാസ്ത്രീയ മനോഭാവവും യുക്തിവാദവും കമ്മ്യൂണിസവും ഒക്കെ കൂടിച്ചേർന്ന ആത്മീയതയെയും സനാതനധർമ്മത്തെയും പരിഹസിക്കുന്ന ഒരു ലെവൽ വാർത്തകളും റിപ്പോർട്ടുകളും മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ എന്ന് പറയാതെ വയ്യ. അതിൽ ആര് മുമ്പന്തിയിൽ നിൽക്കും എന്നതിനു വേണ്ടി കിടപിടിച്ചുള്ള മത്സരത്തിലാണ് ഈ മാധ്യമങ്ങൾ. കഷ്ടം. മറുസൈഡിൽ നടക്കുന്നതൊന്നും അവർക്ക് പ്രാധാന്യമുള്ള വാർത്തകളെയല്ല. എവിടെ പ്രതികളുടെ എണ്ണത്തിലും പ്രതികളായ കൗമാരക്കാരുടെ എണ്ണത്തിലും വരെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോക്സോ കേസായ പത്തനംതിട്ട പീഡന കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 5 സ്റ്റേഷനുകളിൽ നിന്നായി പോലീസ് അറസ്റ്റ് ചെയ്തത് 57 പ്രതികളെയാണ്. അതിൽ 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് പ്രതികളിൽ ഏറെയും ഉള്ളത്. വടക്കൻ പറവൂർ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി അടിച്ചുകൊന്നു. കാരണം അയൽവാസികൾ തമ്മിലുള്ള തർക്കം. പ്രതി 28-കാരനായ ഋതു ജയൻ. അയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും സമീപ പ്രദേശത്തെ നിരവധി പേർക്ക് അയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നും ഒക്കെ സമീപവാസികൾ തന്നെ പറയുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതിന് തൊട്ടു പിന്നാലെ കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിന് അടിമയായ മകൻ കിടപ്പ് രോഗിയായ അമ്മയെ വെട്ടിക്കൊന്നു. തേങ്ങ പൊളിക്കാനാണെന്നും പറഞ്ഞ് കൊടിവാള് വാങ്ങി സ്വന്തം ഉമ്മയെ അവൻ ഇല്ലാതാക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഗോപൻ സ്വാമി മുഖ്യം പികിലേ എന്നും പറഞ്ഞ് സ്വാമിയുടെ സമാധിക്ക് പിന്നാലെ പായുകയാണ്, അല്ലെങ്കിൽ സ്വാമിയുടെ മഹാസമാധിയാണല്ലോ ഇപ്പോ. സമാധിക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം. സാക്ഷര കേരളമെന്നും നവോത്ഥാന കേരളമെന്നും ഉറക്കെ വിളിച്ചു പറയുന്ന നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? വെറും സംസ്കാരശൂന്യമായ രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്. ഇപ്പോൾ അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്ന ഒരു കുടുംബം മൊത്തത്തിൽ തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം എത്തിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന യുവതലമുറയുടെ ജീവിത രീതിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇവിടെ നാം എന്താണ് എന്നിട്ട് ചാനൽ ചർച്ചകളിലും അന്തിചർച്ചകളിലുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ വളർന്നു വരുന്ന യുവതലമുറയുടെ ജീവിത രീതിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ നാം എന്താണ് ചാനൽ ചർച്ചകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയുടെ മാനസിക നില അല്ലെങ്കിൽ അവരുടെ ഒരു മനഃശാസ്ത്രം എന്തേ ഇങ്ങനെയായി എന്ന് ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ പോകുന്നത് ഹൈന്ദവർക്കെതിരെയും അവരുടെ സംസ്കാരങ്ങൾക്കെതിരെയും അവരെ എങ്ങനെയെല്ലാം സമൂഹത്തിൽ താറടിച്ച് കാണിക്കാം എന്നതിലേക്കുമാണ്. 14, 15, 16 വയസ്സുള്ള കുട്ടികൾ വരെ വാളും കത്തിയും കോടാലിയും ഒക്കെ എടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കുത്താനും കൊല്ലാനും പരിക്കേൽപ്പിക്കാനും ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന അവരുടെ ആ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക നില, ചോരയോട് പോലും ഒരു അറപ്പില്ലാത്ത രീതിയിലുള്ള അവരുടെ പെരുമാറ്റം ഒക്കെ എങ്ങനെ വന്നു എന്നാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. മനസാക്ഷി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് വളർന്നു എന്നതൊന്നും നമുക്ക് ഒരു സാമൂഹികമായിട്ടുള്ള പ്രശ്നമേ അല്ല. സ്നേഹിച്ച ആളിനെ ഒഴിവാക്കാൻ വേണ്ടി വിഷം കൊടുത്ത് കൊല്ലുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊട്ടേഷൻ നൽകുന്നു. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇപ്പോൾ ഇങ്ങനെ കൊന്നു തള്ളലാണ്. അത് വെറും വാർത്തകളായി മാത്രം അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസായി മാത്രം ഒന്ന് വരുന്നു. ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്യുന്നു എന്നതല്ലാണ്ട് നമ്മുടെ വൈകിട്ടത്തെ സമൂഹത്തിലെ ഉന്നത നേതാക്കളും ഭരണകൂട പ്രതിനിധികളും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന നമ്മുടെ ചാനൽ ചർച്ചയുടെ പ്രധാന വിഷയം എന്നത് എല്ലാ ചാനലുകളിലും നമ്മുടെ മഹാസമാധിയാണ്. ഇതെന്തു കൂത്താണ് ഈ നടക്കുന്നത്? എന്താണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ.